ഗുഡ് മോർണിംഗ് എവരും പ്രൈസ് ഗാഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ നീതിമാന്മാർ അല്ലെ, നമ്മൾ വിശ്വാസത്താൽ ജീവിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയാകുമ്പോൾ വിശ്വാസം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ജീവിക്കണമെങ്കിൽ വിശ്വാസം ആവശ്യമാണ്. ഓരോ സ്റ്റെപ്പ് നമ്മൾ എടുക്കുന്നതിൽ വിശ്വാസം ആവശ്യമാണ്. ദൈവത്തിൽ നിന്ന് കുറച്ച് ബ്ലെസ്സിങ്സ് കിട്ടുന്നതിന് വേണ്ടി മാത്രമല്ല വിശ്വാസം നമ്മൾക്ക് ആവശ്യം അല്ലെ. ജീവിതത്തിന് വേണ്ടി ഓരോ ദിവസത്തിന് വേണ്ടി ഓരോ നിമിഷം നമുക്ക് തള്ളി നീക്കുന്നതിനുവേണ്ടി വിശ്വാസം ആവശ്യമാണ്. വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. പാപങ്ങൾ ചെയ്യുന്നതിലല്ല നമ്മുടെ പരാജയം ഇരിക്കുന്നത് അല്ലെ. പാപങ്ങൾ നമ്മൾ ചെയ്യരുത്, പാപത്തെ പ്രൊമോട്ട് ചെയ്യുമല്ലോ. പക്ഷേ അത് അതിനെ പുറത്തു തരാൻ നമ്മളെ എന്താ പറയുക, സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ എന്തെങ്കിലും മറന്നു പോവുകയാണെങ്കിൽ, എന്തെങ്കിലും അങ്ങനെ ഒരു വിശ്വാസം ഇല്ലാതായി തീരുവാണെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോവുക തന്നെ ചെയ്യും അല്ലെ. പത്രോസിനെ പറ്റി യേശുക്രിസ്തു ഇങ്ങനെയാ പറഞ്ഞു, പത്രോസേ, നിന്നെ ഗോതമ്പിനെ പാറ്റുന്നതിന് വേണ്ടി പിശാച് ചോദിക്കുന്നുണ്ട്, പക്ഷേ നിന്റെ വിശ്വാസം നശിച്ചു പോകരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അല്ലെ എന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അത് തന്നെയാണ് നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളെ തേടിയെത്തിയതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളുടെ വിശ്വാസം അങ്ങ് നിന്ന് വരുന്നു കർത്താവ്. ലോർഡ് ഫാദർ ഗോഡ്, ഓ ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. ലോർഡ് ഫാദർ, സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം, അങ്ങയിലുള്ള വിശ്വാസം വളരട്ടെ കർത്താവ്. ലോർഡ് ഫാദർ ഗോഡ്, അങ്ങയുടെ വിശ്വാസം ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ വിശ്വാസം, മലയെ മാറ്റുന്ന തരത്തിലുള്ള വിശ്വാസം കർത്താവെ, ആ ഒരു വിശ്വാസം ഞങ്ങളുടെ ഉള്ളിലുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. നമുക്കിന്ന് ലൂക്കോസിലേക്ക് പോകാം. ലൂക്കോസിന്റെ 22ാമത്തെ ചാപ്റ്ററിന്റെ 31 32 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസിന്റെ 22 31 32 പറയുന്നത് ഇങ്ങനെയാണ്: ശീമോനെ, ശീമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടെന്ന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. അപ്പൊ ഇത് യേശു തന്റെ അറസ്റ്റിനൊക്കെ മുമ്പായിട്ട് തന്റെ ശിഷ്യന്മാരോട് പറയുന്ന കാര്യമാണ് അല്ലെ. ഗോതമ്പ് പാറ്റുന്ന പോലെ പിശാച് പാറ്റാൻ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ടെംപ്ടേഷനിലേക്ക് ആയി പോകാൻ പോകുന്നു എന്ന് ചുരുക്കം. ഇപ്പൊ ഇവിടെ പീറ്ററിനോട് ദൈവം പറയുകയാണ്, നീ വീണു പോകാൻ ഉള്ള ചാൻസ്, നീ ടെംപ്ടേഷനിലാകപ്പെടാൻ പോവുകയാണ്. പക്ഷേ ദൈവം ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നില്ല. അവർ ടെംപ്ടേഷനിലാകപ്പെടരുത് എന്നൊരു പ്രാർത്ഥന യേശു പ്രാർത്ഥിക്കുന്നില്ല. ഇവിടെ യേശു എന്നാ പറഞ്ഞിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. നിന്റെ വിശ്വാസം നിലനിൽക്കുന്നതിന് വേണ്ടി, നിന്റെ വിശ്വാസം ഫെയിലായി പോകാതിരിക്കുന്നതിന് വേണ്ടി ഒരു പ്രാർത്ഥനയാണ് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്നത് അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവം യേശുക്രിസ്തു ഇവിടെ ഒരു പ്രൊഫസി പോലെ പറയുകയാണ്, ശീമോനെ, നീ ടെംപ്ടേഷനിലായി പോകും, നീ എന്നെ തള്ളി പറയുക തന്നെ ചെയ്യും. പക്ഷേ അതിനുശേഷം നീ എൻ്റെ ഉള്ളിലേക്ക് നീ എന്നിലേക്ക് തിരിച്ചു വരുന്നു, എൻ്റെ ഉള്ളിലേക്കല്ല എന്നിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും അല്ലെ. അതിങ്ങനെയല്ലോ പറഞ്ഞിരിക്കുക. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളു എന്ന് വെച്ച് കഴിഞ്ഞാല്, നീ തിരിച്ചു വരുന്ന സമയം ഒരു പ്രൊഫസി പോലെ പറയുക. പക്ഷേ അതിനുവേണ്ടി യേശു പ്രാർത്ഥിച്ചു അല്ലെ. പീറ്റർ തിരിച്ചു വരണം എന്നുള്ളതുകൊണ്ട് പ്രാർത്ഥിച്ചു. പീറ്ററിന്റെ ഫെയ്ത്ത് നഷ്ടപ്പെട്ടു പോകരുത് അല്ലെ. താൻ ചെയ്യാൻ പോകുന്ന താൻ ചെയ്തു എന്നുള്ള ഒരു ഗിൽറ്റി ഫീലിംഗ് കൊണ്ട് തൻ്റെ ഫെയ്ത്ത് നഷ്ടപ്പെട്ടു പോകരുത്. ആംപ്ലിഫൈഡ് വേർഷൻ എന്നുള്ള ഇംഗ്ലീഷ് വേർഷനിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകലാണ് വരുന്നത്. ദൈവത്തിലുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകരുത്, വിശ്വാസവും കോൺഫിഡൻസും അത് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ പാപം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഗിൽറ്റി ഫീലിംഗ് വന്നു കഴിയുമ്പോൾ അല്ലെ, എന്താ പറയുക, പിശാച് അവൻ അതിനും കൂടെ തീക്കകത്തിട്ട് പിന്നെയും എന്താ പറയാ, ഓയിൽ ഒഴിക്കുന്ന പോലെ, മണ്ണെണ്ണ ഒഴിക്കുന്ന പോലത്തെ പരിപാടി പിശാച് ചെയ്യൂല അല്ലെ. ഓ, നീ ഇത് ചെയ്തല്ലോ, നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നി അല്ലെ, നീ വിശ്വാസിയായിരുന്നില്ലേ, നീ എത്രമാത്രം ഫാസ്റ്റിംഗ് പ്രെയർ ഒക്കെ എടുത്ത വ്യക്തിയാണ്, എത്രമാത്രം പ്രാർത്ഥിച്ചു, എന്നിട്ടും കൂടെ നീ ഇങ്ങനത്തെ പാവത്തിലായി പോലെ, നീ ഇങ്ങനെയൊക്കെ ചെയ്തില്ല, അങ്ങനെയൊക്കെ പറയും. അവൻ പറയുക തന്നെ ചെയ്യും അല്ലെ. അങ്ങനെയുള്ളവനാണ് അവൻ പിശാച്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോ നമ്മളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുതാണ് ദൈവം പറയുന്നത്. വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഏറ്റവും വലിയ പരാജയം. പാപത്തിലായിപ്പോയി പാപം ചെയ്തു പോകുന്നത് അല്ലെ, അറിയാതെ പാപം ചെയ്യുന്ന, അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്നതിനെ പറ്റിയല്ല പറയുന്നത്. ഞാനിവിടെ എന്താ പറയാ, പാപം ചെയ്യുന്നതിനെ പ്രൊമോട്ട് ചെയ്യുമല്ല, പാപം ചെയ്യുന്ന ഓക്കെ എന്ന് പറയുമല്ല ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന പാപങ്ങൾ അല്ലെ, അങ്ങനെ പറ്റിപ്പോകുമ്പോൾ, നമുക്ക് അബദ്ധങ്ങൾ പറ്റിപ്പോ, നമുക്ക് മിസ്റ്റേക്കുകൾ
പറ്റി പോകുമ്പോ അല്ലെ, അങ്ങനെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പറ്റും, അത് ഉറപ്പാണ് അല്ലെ. അത് ഒരു ഗീവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് അങ്ങനെ ആയിരിക്കും. പക്ഷേ ദൈവം ഇവിടെ പറഞ്ഞെങ്ങനെയാ, നമ്മൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ ആ വീണ അവസ്ഥയിൽ കടന്ന് അതേ വഴി തന്നെ അങ്ങ് പോകാതെ, ഒഴുകി പോകാതെ തിരിച്ച് ദൈവത്തിലേക്ക് വരുന്നവരായിരിക്കണം അല്ലെ. വിശ്വാസം കൈവിട്ട് പോകുന്ന വ്യക്തികളാകരുത്. വിശ്വാസം കൈവിട്ട് പോയാണ് പരാജയം വരുന്നത് അല്ലെ. അവിടെയാണ് നമ്മൾ നശിച്ചു പോകാൻ പോകുന്നത് അല്ലെ. നമ്മളുടെ നമുക്ക് വിശ്വാസമില്ലെങ്കിൽ നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ പിശാചുണ്ടെന്ന് മനസ്സിലാക്കും. അതാണ് ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസമില്ലാതെ നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ സാധിക്കത്തില്ല. നമുക്ക് വിശ്വാസം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമല്ല. അനുഗ്രഹം കിട്ടുന്നതിനും വിശ്വാസം വേണം, വിശ്വാസം വേണമെന്നില്ല. പക്ഷെ അതിനേക്കാളും ഉപരിയായിട്ട് നമ്മൾക്ക് ഓരോ ദിവസവും ജീവിക്കുന്നതിനായിട്ട് വിശ്വാസം വേണം. ഹബക്കൂക്കില് 2ാമത്തെ ചാപ്റ്ററില് 4ാമത്തെ വാക്ക് ഇങ്ങനെയാ ദൈവം പറഞ്ഞിരിക്കുന്നത്, അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു. വെച്ചാൽ പ്രൗഡായിട്ടുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞ് അത് നേരെയുള്ളതല്ല. പക്ഷെ നീതിമാനെ പറ്റി പറഞ്ഞ് നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. അപ്പൊ ജീവിച്ചിരിക്കണമെങ്കിൽ വിശ്വാസം ആവശ്യമാണ് അല്ലെ. അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടിയല്ല വിശ്വാസം ആവശ്യമുള്ളത്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതിന് വേണ്ടിയല്ല വിശ്വാസം ആവശ്യമുള്ളത്. ഓരോ ദിവസം ജീവിക്കുന്നതിന്, ഓരോ സ്റ്റെപ്പ് എടുത്ത് മുമ്പോട്ട് വെക്കുന്നതിന് വിശ്വാസം വളരെയധികം ആവശ്യമാണെന്നാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പോരാട്ടത്തിലാണെന്നുള്ള കാര്യം പറഞ്ഞിരിക്കുക. ആ കാര്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് പോരാട്ടമുണ്ട്, പക്ഷെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരോടല്ല നമുക്ക് പോരാട്ടമുള്ളത് അല്ലെ. പക്ഷെ അതങ്ങനെ പലപ്പോഴും നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത് അല്ലെ. നമുക്ക് നമ്മുടെ ശത്രുക്കളായിട്ട് മനുഷ്യരെയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ കരുതുന്നത്. പക്ഷെ ദൈവം അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ജഡരക്തങ്ങളോടല്ല നമുക്ക് പോരാട്ടമുള്ളത്. നമുക്ക് നമ്മളെ ദ്രോഹിക്കുന്ന ആൾക്കാർ അവരല്ല ശരിക്കും ചെയ്യുന്നത് അല്ലെ. അവര് ഒന്നെങ്കിൽ ഈ ലോകത്തിന്റെ ആൾക്കാരാണെങ്കിൽ, ലോകത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ, എന്ന് വെച്ച് കഴിഞ്ഞാല് യേശുവിൽ വിശ്വസിക്കാതിരിക്കുന്ന വ്യക്തികളാണ്, യേശുവിന്റെ കുടുംബത്തിന്റെ പാട്ടല്ലാതെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ ഉള്ളിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഗോഡ് അല്ല, പിശാചാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. പിന്നെ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കുന്നെങ്കിൽ അവർക്ക് എവിടെയോ വിശ്വാസത്തിൽ കോട്ടം വന്നിരിക്കുന്നു. അവരുടെ എന്താ പറയാ, എവിടെയോ അവർ ദൈവത്തിൽ നിന്നുള്ള ആ നടപ്പ് ഇച്ചിരി ഒന്ന് ചഞ്ചലപ്പെട്ടിരിക്കുന്നു എന്നാണ് ചുരുക്കം അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോരാട്ടമുണ്ട്. പോരാട്ടം ജഡരക്തങ്ങളോടല്ല അല്ലെ, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ അല്ലെ. വാഴ്ചകളോടാണ്, അധികാരങ്ങളുണ്ട്, പവേഴ്സിനുണ്ട്, പ്രിൻസിപ്പാലിറ്റീസും ആണ്, റൂളേഴ്സ് ഓഫ് ദ ഡാർക്ക്നെസ് ഓഫ് ദിസ് ഏജ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ഇന്നത്തെ അന്ധകാരത്തിന്റെ റൂളേഴ്സുമായിട്ട് അധികാരികളോടും ഒക്കെ ആയിട്ടാണ് നമുക്ക് യുദ്ധമുള്ളത്. പക്ഷെ അപ്പൊ അതിന് ദൈവം നമ്മളെ വെറുതെ യുദ്ധക്കളത്തിൽ കൂടെ നിർത്തിട്ട് കൈ കഴുകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം അല്ലെ. നമ്മളെ പ്രാപ്തരാക്കുകയാണ് നിലനിൽക്കാൻ വേണ്ടി. കാരണം എന്ന് വെച്ചാല് യേശു രാജാവാണ്, രാജാവാണ്. ആ രാജാവിന്റെ സഹോദരങ്ങളാണ് നമ്മൾ. അപ്പൊ നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളായ അതല്ലല്ലോ ശരിയായിട്ടുള്ള കാര്യം അല്ലെ. ദൈവം യേശുക്രിസ്തു എങ്ങനെയായിരിക്കുന്നു അതുപോലെ ആയിരിക്കണം നമ്മൾ. അതാണ് പിതാവിന്റെ ആഗ്രഹം. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുക, ദൈവം യേശു രാജാവാകുമ്പോ ദൈവത്തിന് ആ ഒരു എന്താ പറയുക, സകല ആർമിയുടെയും ക്യാപ്റ്റൻ ആയിരിക്കുമ്പോ അദ്ദേഹത്തിനുള്ള ഉടുപ്പ് അല്ലെ, അദ്ദേഹത്തിന്റെ ആ എന്താ പറയാ ആർമിയിലായിരിക്കുമ്പോൾ ആ പടച്ചട്ടയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മൾക്കും തന്നിരിക്കും അല്ലെ. ഇപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുക, 14ാമത്തെ വാക്കോട്ട്, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി നീതി എന്ന കവചം ധരിക്കുക അല്ലെ. നീതി എന്നുള്ള ബ്രസ്റ്റ് പ്ലേറ്റ്, ദൈവത്തിന്റെ നീതിയെ പറ്റി നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആർമർ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിരിക്കുക, ദൈവത്തിന്റെ ആർമർ അല്ലെ, ദൈവത്തിന്റെ കവചം, ദൈവത്തിന്റെ നീതി അല്ലെ. നമുക്കിവിടെ ഒരു പടയാളി ധരിക്കുന്ന പോലെ ഡ്രസ് നമുക്ക് തരുന്നത് അല്ലെ, പടച്ചട്ടയൊക്കെ നമുക്ക് തരുന്നത് ദൈവത്തിൻ്റെതാണ്, നമ്മുടേതല്ല. നമ്മുടേത് കൊണ്ട് പിശാചിനെയും പ്രിൻസിപ്പാലിറ്റീസിനെയും പവേഴ്സിനെയും അധികാരത്തിന്റെ ലോകാധിപതിയോടും ഒക്കെ ചെന്ന് മുട്ടി നിൽക്കാൻ വേണ്ടി അല്ലെ, എന്താ പറയാ, യുദ്ധം ജയിക്കാൻ വേണ്ടി നമ്മൾക്ക് നമ്മുടെ പടച്ചട്ട കൊണ്ടൊന്നും ചെയ്തിട്ട് ഒരു കാര്യം, നമ്മുടെ വിശ്വാസം നമ്മളുടെ സത്യം കൊണ്ടോ നമ്മളുടെ നീതി കൊണ്ടോ ഒന്നും ചെന്നിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന്റെ സത്യം, ദൈവത്തിന്റെ എന്താ പറയാ റൈച്ചസ്നെസ് അല്ലെ, നീതി. ദൈവത്തിന്റെ വാക്കാണ് നമ്മുടെ കയ്യില്
പറയാ വാളായിട്ട് നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ വാക്കല്ല. അപ്പൊ ദൈവത്തിന്റെ ആർമർ നമുക്ക് തരികയാണ് അല്ലെ. അപ്പൊ ഇവിടെ ദൈവം ഇതെല്ലാം പറഞ്ഞിട്ട് 14-ാമത്തെ വാക്കില് അരയ്ക്ക് സത്യം കെട്ടുക, നീതി എന്ന കവചം ധരിക്കുക, സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം എന്നുള്ള കാലിലെ ചെരുപ്പ് അല്ലെ. സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ആ, ഉം, എന്താ പറയാ സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം. പിന്നെ 17-ാമത്തെ വാക്ക് ദൈവ വചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളും എന്നെല്ലാം പറഞ്ഞതിന് ശേഷം 16-ാമത്തെ വാക്കിൽ പറയുവാണ് എല്ലാത്തിനും മേൽ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുക്കുക. അല്ലെ, നമ്മുടെ കയ്യിൽ ദൈവത്തിന്റെ വചനം ഉണ്ടെങ്കിലും അല്ലെ, ദൈവത്തിന്റെ ആ റൈറ്റിയസ്നെസ് നമുക്ക് ബ്രസ്റ്റ് പ്ലേറ്റ് ആയിട്ട് നമ്മൾക്ക് ആ കവചം ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ എന്താ പറയാ സത്യം എന്നുള്ള ആ അരക്കെട്ടൊക്കെ നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ വിശ്വാസമില്ലെങ്കിൽ, നമ്മൾക്ക് വിശ്വാസമില്ല, ആ വിശ്വാസം എന്ന പരിചയം നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ തോറ്റു തുന്നം പാടുന്ന ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുക എല്ലാത്തിനും മീതെ അല്ലെ, ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം. വിശ്വാസമില്ലെങ്കിൽ നമ്മൾ തോറ്റു പോവുക തന്നെ ചെയ്യും. അതാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പീറ്ററോട് പറഞ്ഞിരിക്കുന്നത്, പീറ്റർ വീണു പോകും. പീറ്റർ യേശുക്രിസ്തുവിനെ തള്ളിക്കളയാൻ പോകുന്നുള്ള കാര്യം യേശുവിന് അറിയാം. പക്ഷെ തള്ളിക്കളയരുതേ ദൈവമേ, പീറ്റർ എന്നെ തള്ളിക്കളയരുതേ എന്ന് ദൈവം യേശുക്രിസ്തു പ്രാർത്ഥിച്ചില്ല. പകരം അവന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത് എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നത്. എന്ന് വെച്ചു കഴിഞ്ഞാൽ എബ്രായ ലേഖനത്തില് പോൾ വഴി ദൈവം പറഞ്ഞൊരു കാര്യം ഇതാ, വിശ്വാസമാണ് ഏറ്റവും വലുത് അല്ലെ. വിശ്വാസമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കുക, വിശ്വാസം എന്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം. ഞാൻ ഇതിനെ മറികടക്കുമെന്നുള്ള വിശ്വാസമല്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് അല്ലെ, എൻ്റെ ശക്തി കൊണ്ടല്ല, എൻ്റെ ദൈവം ഉള്ളത് കൊണ്ട് ഞാൻ വീണു പോകത്തില്ല. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവൻ. എൻ്റെ ദൈവം, എൻ്റെ യേശു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അതാണ് വിശ്വാസം. നമ്മുടെ കഴിവിലുള്ള വിശ്വാസമല്ലോ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്നുള്ള വിശ്വാസമില്ല. അതല്ല വിശ്വാസം. എൻ്റെ ദൈവം ജീവിക്കുന്നവനായതുകൊണ്ട് അല്ലെ. എബ്രായർക്കെഴുതിയ ലേഖനത്തിലെ 7-ാമത്തെ ചാപ്റ്റർ 25-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവം യേശുക്രിസ്തു ജീവിക്കുന്നവനാണ്, നമ്മൾക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്നുണ്ട്, പക്ഷവാദം ചെയ്യുന്നവനാണ് യേശുക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. അവൻ ജീവിക്കുന്ന ദൈവം അല്ലെ. അവൻ ഇന്നും പിതാവിന്റെ വലഭാഗത്ത് ഇരുന്നുകൊണ്ട് നമ്മൾക്ക് വേണ്ടി അല്ലെ, നമ്മുടെ പുരോഹിതനെ, നമ്മുടെ ഹൈപ്രീസ്റ്റ് നമ്മൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന, ഇന്റർസീഡ് ചെയ്യുന്ന വ്യക്തിയാണ് യേശുക്രിസ്തു. അതാണ് നമ്മുടെ കോൺഫിഡൻസ് അല്ലെ. അവനാണ് നമ്മളെ നീതിമാന്മാരാക്കിയിരിക്കുന്നത്. റോമകത്തിലേക്ക് 8-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, യേശുവാണ് മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും, നമ്മളെ നീതീകരിച്ചതും. ആർക്കാണ് ഇനി നമ്മളെ കുറ്റപ്പെടുത്താനുള്ള അല്ലെ, ആർക്ക് നമ്മളെ കുറ്റം ചുമത്താൻ പറ്റും? അതാണ് നമ്മുടെ കോൺഫിഡൻസ് അല്ലെ. ആ കോൺഫിഡൻസിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്ന ദൈവം പറഞ്ഞിരിക്കുന്നത്, ഇത് കറക്റ്റാണ്, ഞാൻ വീണുപോയി, ഞാൻ തെറ്റ് ചെയ്തു പോയി, മനഃപൂർവ്വം ചെയ്തതല്ല അല്ലെ, ഞാൻ പാപത്തിലായി പോയി, എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണമെന്നല്ല എന്റെ താല്പര്യം അല്ലെ, ഞാൻ പാപം ചെയ്തു പോയി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ക്ഷമ ചോദിക്കാൻ തയ്യാറാണെങ്കിൽ, ഞാൻ ഈ നിമിഷം ക്ഷമ ചോദിക്കുമ്പോൾ എന്നോട് ക്ഷമിക്കുന്ന എന്റെ ദൈവമുണ്ട്. എന്റെ ദൈവം ജീവിക്കുന്നവൻ അല്ലെ. എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുക്രിസ്തു ലോകത്തുള്ള വ്യക്തികൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നില്ലെന്ന് വിചാരിക്കണം അല്ലെ. യേശുക്രിസ്തു ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥിക്കുന്ന ദൈവം ഇന്നും ജീവനോടെ ഇരിക്കുന്നു. നമ്മളുടെ കൂടെ അവനുണ്ട്. ഒന്ന് വിചാരിച്ചു നോക്കിയോ, ഡേവിഡിനെ പറ്റി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ഹൃദയത്തിന് പുറകെ നടന്ന വ്യക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ദൈവത്തിന്റെ ഹൃദയം, ദൈവത്തിന് ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നു അല്ലെ. യേശുവിനെ പറ്റി പോലും പലപ്പോഴും ദൈവം പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ എന്റെ ഡേവിഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് ദൈവത്തിനുള്ള, ആ ഡേവിഡിനോടുള്ള ഒരു ആത്മബന്ധം, ഒരു സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡേവിഡ് എല്ലാം തികഞ്ഞെന്ന് നമുക്ക് പറയാൻ പറ്റും. ദൈവത്തിന്റെ കൂടെ മാത്രം ദൈവം പറയുന്ന പോലെ മാത്രം ചെയ്ത് നടന്ന ഒരു വ്യക്തിയാണ് ഡേവിഡിനെ പറ്റി പറയാൻ പറ്റും. പാപമില്ലാത്ത വ്യക്തിയാന്ന് പറയാൻ പറ്റും. പാപമില്ലാത്ത ഒരൊറ്റ വ്യക്തി ലോകത്ത് ജീവിച്ചിട്ടുള്ളൂ അല്ലെ. ഇനി അങ്ങോട്ട് വരുന്ന കാലത്തും അങ്ങനെ തന്നെ ഒറ്റ വ്യക്തിയല്ല, വേറൊരാൾ പോലും ഈ ലോകത്തിന്റെ ആരംഭം തൊട്ട് അവസാനം വരെ ജീവിച്ചിട്ടില്ലേ, ജീവിക്കത്തില്ല. ആ ഒരൊറ്റ വ്യക്തിയുടെ പേര് യേശുക്രിസ്തുവിനല്ല, വേറെ ഒരാൾക്ക് പോലും പാപം ഇല്ലാത്ത വ്യക്തികളല്ല. ഡേവിഡും അങ്ങനെ തന്നെ. ഡേവിഡ് പാപം ചെയ്ത വ്യക്തിയാണ്. പക്ഷേ ഡേവിഡിന് ആ ഒരു വിശ്വാസമുണ്ട് അല്ലെ, ഞാൻ പാപിയായി പോയി, ഞാൻ ഡേവിഡിനെ തന്നെ താഴ്ത്താൻ വേണ്ടി, ഹമ്പിള് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മനസ്സ് ഡേവിഡുണ്ട്. അത് തന്നെ ദൈവം നമ്മളിൽ നിന്നും ഉദ്ദേശിക്കുന്ന അല്ലെ. പാപം ചെയ്തു പോയി, വീണുപോയി, ദൈവം ഞാൻ പാപം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ ചോദിക്കാൻ ഒരു മനസ്സ് അല്ലെ. അതോടൊപ്പം തന്നെ ഡേവിഡിനുള്ള ഒരു ഗുണം എന്തായിരുന്നു വെച്ച്
കഴിഞ്ഞാൽ എൻ്റെ ദൈവം ജീവിക്കുന്നവനാണ്, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്നെ റിസ്റ്റോർ ചെയ്യും എന്നൊരു മനസ്സ്, ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഡേവിഡിന്. നമുക്ക് 51-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോൾ ഡേവിഡ് നേതം വന്ന് പറയുമ്പോൾ അല്ലെ, താൻ ചെയ്ത കുറ്റത്തെ പറ്റി ഡേവിഡിനോട് പറയുമ്പോൾ ഡേവിഡ് തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് തന്നെ തന്നെ ഹമ്പിൾ ആക്കിക്കൊണ്ട് ഡേവിഡ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, റിസ്റ്റോർ ടു മീ അല്ലെ, ഒരു സ്റ്റെഡ്ഫാസ്റ്റ് ഉള്ള സ്പിരിറ്റ് എനിക്ക് റിസ്റ്റോർ ചെയ്ത് തരണമേ, അങ്ങ് എന്നിൽ നിന്ന് ഹോളി സ്പിരിറ്റ് ഗോഡിനെ എടുത്ത് മാറ്റില്ല, അങ്ങയുടെ പ്രസൻസിൽ നിന്ന് തന്നെ മാറ്റില്ല, എൻ്റെ ഉള്ളിൽ ഒരു ക്ലീൻ ആയിട്ട് ഒരു ഹാർട്ടിനെ ക്രിയേറ്റ് ചെയ്യണമേ എന്ന് ഡേവിഡ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിനോടുള്ള ഡേവിഡിന്റെ വിശ്വാസം അത് കാണിക്കുന്നു. എൻ്റെ ദൈവത്തിന് എൻ്റെ ഉള്ളിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഒരു ഹൃദയത്തെ സൃഷ്ടിക്കാൻ സാധിക്കും എൻ്റെ ദൈവത്തിന്. ആ ഒരു ഉറച്ചൊരു വിശ്വാസമുണ്ട് ഡേവിഡിന്. എന്നെ തള്ളിക്കളയത്തില്ല എൻ്റെ ദൈവം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമുണ്ട് അല്ലെ. എബ്രഹാം പാപം ചെയ്ത വ്യക്തിയാണ് അല്ലെ, എബ്രഹാം തെറ്റ് ചെയ്ത വ്യക്തിയാണ്. നമുക്കറിയാം മോസസ് അല്ലെ. അങ്ങനെ നമ്മളിങ്ങനെ നോക്കുമ്പോ ബൈബിളിലെ എടുത്ത് പീറ്റർ അല്ലെ, ബൈബിൾ എടുത്ത് നോക്കുമ്പോൾ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും തരില്ല. അത് മനുഷ്യരും മെസ്സപ്പ് ചെയ്യുമെന്നുള്ള ഉറപ്പ് കാര്യമാണ് അല്ലെ. ദൈവം ഇങ്ങനെ പറയുന്നു, നീ ഒരൊറ്റ തെറ്റ് പോലും ചെയ്യരുത് അല്ലെ. അതാണ് അങ്ങനെ ഒരു ജീവിതമാണ് ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത്. ഒരൊറ്റ തെറ്റ് പോലും ചെയ്യരുതാത്ത ജീവിതം, അങ്ങനെ ഒന്നും ദൈവം പറയുന്നു ഒരിക്കൽ പോലും. അങ്ങനത്തെ ഒരു കടുംപിടുത്തക്കാരനൊന്നും അല്ല നമ്മുടെ ദൈവം അല്ലെ. നമ്മുടെ ദൈവം പറയുന്നത് നീ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യരുത് അല്ലെ, മനഃപൂർവ്വം ചെന്ന് പാപം ചെയ്യരുത്. മനഃപൂർവ്വം പാപം ചെയ്യുന്ന വ്യക്തികൾക്ക് പിന്നെ അതിനായിട്ട് ഉള്ള ഒരു സാക്രിഫൈസ് ഇല്ല. എബ്രായ ലേഖനത്തിൽ ദൈവം അത് തന്നെയാ പറയുന്നല്ലേ. അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം പാപം ചെയ്യുന്നവർക്ക് 6-ാമത്തെ ചാപ്റ്ററിലും 10-ാമത്തെ ചാപ്റ്ററിലും എബ്രായ ലേഖനത്തിൽ അത് തന്നെയാ പറയുന്നത്. മനഃപൂർവ്വം പാപം ചെയ്യുന്ന വ്യക്തികൾക്ക് പിന്നെ എന്താ പറയുക, മനഃപൂർവ്വം പാപം ചെയ്തുകൊണ്ട് മനഃപൂർവ്വം ഒരു ജീവിതം ജീവിക്കുന്ന വ്യക്തികൾക്ക്, അത് ആ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക്. മനഃപൂർവ്വം പാപം ചെയ്യുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞപ്പോൾ ഡേവിഡ് മനഃപൂർവ്വം പാപം ചെയ്ത ബേത്ശേബയുടെ കാര്യത്തിലൊക്കെ അല്ലെ, അവരുടെ ഹസ്ബൻഡിനെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് മനഃപൂർവ്വം ചെയ്തു. പക്ഷെ അദ്ദേഹം ആ ഒരു ജീവിതശൈലി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തില്ല അല്ലെ. അപ്പം അത് മനഃപൂർവ്വം പാപത്തിലായി അതേപോലത്തെ ഒരു ജീവിതശൈലി പിന്നെ അങ്ങ് തുടരുന്ന വ്യക്തികൾക്ക് പിന്നെ വേറൊരു സാക്രിഫൈസ് ഇല്ല അല്ലെ, പിന്നെ ഒരു ബലി ഇനി ഇല്ല, വേറൊരു ബലി ഇല്ലെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മനഃപൂർവ്വം പാപം ചെയ്തെങ്കിൽ പോയി തിരിച്ച് ദൈവത്തിലേക്ക് ക്ഷമ ചോദിച്ചുകൊണ്ട് തിരിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വന്നിട്ട് പിന്നെ ആ പാപം ചെയ്യാൻ അത് ആ ഒരു ജീവിതശൈലി അങ്ങ് വേണ്ടുന്ന വ്യക്തികളെ ദൈവം കൈക്കൊള്ളുക തന്നെ ചെയ്യും അല്ലെ. അപ്പൊ അതാണ് ഇവിടെ എന്താ പറയുക, ഡേവിഡും ചെയ്തിരിക്കുന്നത് അല്ലെ. താൻ പാപം ചെയ്തു, മനഃപൂർവ്വമാണ് പാപം ചെയ്തത്, പക്ഷെ തിരിച്ച് ദൈവത്തിലേക്ക് വരാൻ ഒരു താഴ്മയോടുകൂടി അല്ലെ, ഞാൻ ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലാക്കാനും ഞാൻ ഇനി അങ്ങനെ ചെയ്തു പോയെന്നൊരു ഏറ്റെടുക്കാനും ദൈവത്തോട് ക്ഷമ ചോദിക്കാനും ദൈവത്തിൽ വിശ്വസിക്കാനും എന്നെ റീസ്റ്റോർ ചെയ്യാനും കഴിവുള്ള എൻ്റെ ദൈവം ഉണ്ട് എന്ന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നതിന് അതാണ് നമ്മുടെ ശരിക്കുമുള്ള പരാജയം അല്ലെ. പാപത്തിലായി പോവുക എന്നുള്ളതല്ല നമ്മുടെ പരാജയം. അവിടുന്ന് നമ്മൾ വിശ്വാസമില്ലാതെ ആയിത്തീരുക. ദൈവം എന്നെ വീണ്ടെടുക്കത്തില്ല, ദൈവം എന്നോട് ക്ഷമിക്കത്തില്ല, അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ പോവുകയാണ്, അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകും. അങ്ങനെ ആകരുത്. ജൂഡാസ് ഇസ്കാരിയോട്ടിന്റെ കാര്യം ഓർത്ത് വെക്കേ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ജൂഡാസ് ഇസ്കാരിയോട്ട് യേശുവിനെ തള്ളിക്കളഞ്ഞ ശേഷം, ഒറ്റിക്കൊടുത്തതിന് ശേഷം ജൂഡാസ് തിരിച്ചു വരുവായിരുന്നെങ്കിൽ ദൈവം അദ്ദേഹത്തെ സ്വീകരിച്ചാണ്, തീർച്ചയായിട്ടും സ്വീകരിച്ചാണ് അല്ലെ. കാരണം നമ്മുടെ ദൈവത്തിന്റെ മനസ്സങ്ങനെയാ. അവസാനത്തെ നിമിഷം വരെയും ജൂഡാസിന് ദൈവം ചാൻസ് കൊടുത്ത അല്ലെ. ആ അപ്പം എടുത്തിട്ട് ആ സോസിൽ മുക്കി കയ്യിൽ കൊടുക്കുമ്പോഴും ജൂഡാസ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെന്നെ ചതിക്കാൻ പോകുന്ന യേശുക്രിസ്തു പറഞ്ഞ് അപ്പോഴെങ്കിലും മനസ്സ് മാറി തിരിച്ചു വരട്ടെ എന്നാണ് യേശുക്രിസ്തു വിചാരിച്ചത് അല്ലെ. നമുക്കറിയാം മാർക്കോസ് സുവിശേഷന്റെ 3-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്, യേശു മലയിൽ മുകളിൽ ഇരുന്നിട്ട് തന്റെ ശിഷ്യന്മാരെ, തനിക്ക് ആവശ്യമുള്ളവരെ തന്റെ അടുത്തേക്ക് വിളിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവര് യേശുവിന്റെ കൂടെ ഉണ്ടായിരിക്കും, യേശുവിന്റെ കൂടെ ഉണ്ടായിരിക്കും, പിന്നെ അവരെ ഇങ്ങനെ വർക്കിനായിട്ട് അല്ലെ, പ്രീച്ചിങ്ങിനായിട്ട് വിടുകയും ചെയ്യാൻ വേണ്ടി എന്ന് വിചാരിച്ചു. അപ്പൊ അവരെന്റെ കൂടെ ഉണ്ടായിരിക്കും. അതാണ് ദൈവത്തിന്റെ അല്ലെ ആഗ്രഹം. എനിക്ക് ഡിസയറബിൾ ആയിട്ടുള്ള, എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ, എനിക്ക് ആവശ്യമുള്ള ആൾക്കാരെ തന്റെ അടുത്തേക്ക് യേശുക്രിസ്തു വിളിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ വിളിച്ച കൂട്ടത്തില് ജൂഡാസ് ഇസ്കാരിയോട്ട് ഉണ്ടായിരുന്നു അല്ലെ. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ജൂഡാസ് ഇങ്ങനെ ഒറ്റിക്കൊടുത്തില്ലെങ്കിൽ യേശു വന്ന കാര്യം സാധിക്കുക തന്നെ ചെയ്യും അല്ലെ. ജൂഡാസ് ഒറ്റിക്കൊടുത്തുകൊണ്ട് മാത്രമാണ് യേശുവിന് മറ്റ് പരീക്ഷ ശാസ്ത്രന്മാർക്ക് പിടിക്കാൻ പറ്റിയത്. അങ്ങനെയൊന്നും ഇല്ല അല്ലെ. ദൈവത്തിന്റെ വർക്ക് നടക്കേണ്ട രീതിയിൽ തന്നെ നടക്കുക തന്നെ ചെയ്യും അല്ലെ.
ജൂഡാസിനെ ദൈവത്തിന് ഇഷ്ടമാണ് അല്ലെ? നമ്മളെല്ലാവരും ദൈവത്തിന് ഇഷ്ടമാണ്. നമ്മളുടെ ആത്മാവിനെ ദൈവത്തിന് ഇഷ്ടമാണ്. കാരണം സൃഷ്ടിച്ചിരിക്കുന്ന അവനാണല്ലോ അല്ലെ? നമ്മൾ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകണമെന്ന് ദൈവം ഒരിക്കൽ പോലും ആഗ്രഹിക്കരുത്. നമ്മുടെ പാപത്തെയാണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്. പാപം മനഃപൂർവ്വം ചെയ്യുന്നതിനെയാണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് അല്ലെ? ജൂഡാസ് ചെയ്ത പാപത്തെ ദൈവത്തിന് ഇഷ്ടമില്ല. പക്ഷെ ജൂഡാസിന്റെ ആത്മാവിനെ എന്താ പറയുക തീർച്ചയായിട്ടും ദൈവത്തിന് ഇഷ്ടമായിരുന്നു അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോ തിരിച്ചു വരാൻ അദ്ദേഹം മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ അല്ലെ? എന്നോട് ക്ഷമിക്കും, എന്റെ റബ്ബായ് എന്നോട് ക്ഷമിക്കും, ദൈവം എന്നോട് ക്ഷമിക്കുമെന്നൊരു മനസ്സ്, അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നു. പ്രോഡിഗൽ സണ്ണിനെ പോലെ, ധൂർത്ത പുത്രനെ പോലെ ഒരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെ, അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നു. അതാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ? നിങ്ങളുടെ മനസ്സിനെ റിന്യൂ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക അല്ലെ? നമ്മള് വീണു പോകാനുള്ള ഇടവരുത്തരുത്. നമുക്ക് വിശ്വാസമില്ലാതിരിക്കുന്നിടത്താണ് നമ്മൾ വീണു പോകുന്നത് അല്ലെ? പാപം ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ചാൻസ് ഉണ്ട് നമ്മുടെ ദൈവത്തിന്റെ അടുത്തേക്ക് വരാൻ. പക്ഷെ ഞാൻ പാപത്തെ ഒരിക്കൽ പോലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഞാൻ ഒരിക്കൽ പോലും പറയുന്നില്ല പാപം ചെയ്യുന്നു ഓക്കെ എന്ന് ഞാൻ പറയുന്നില്ല. അതൊന്നും അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വീണു പോയിട്ടുണ്ടെങ്കിൽ അല്ലെ, എവിടെയെങ്കിലും പാപം പറ്റി പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ദൈവത്തിലേക്ക് വരിക അല്ലെ? വിശ്വാസം ഉണ്ടായിരിക്കും. എന്റെ ദൈവം എന്നെ ഏൽക്കും, എന്നെ കൈക്കൊള്ളും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരിക്കും. അത് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു കർത്താവേ. ദൈവമേ, അങ്ങയുടെ സ്നേഹത്തോട് നന്ദി പറയുന്നു. ഞങ്ങളോട് ക്ഷമിക്കാനും ഞങ്ങളെ കൈക്കൊള്ളാനും അങ്ങ് കാണിക്കുന്ന മനസ്സിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. ഓ ലോർഡ് ഫാദർ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കർത്താവ് ലോർഡ് ഫാദർ എവിടെയെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു മനസ്സ് കൊടുക്കേണ്ട അപേക്ഷിക്കുക, തിരിച്ച് അങ്ങയിലേക്ക് വരാനുള്ള മനസ്സ്, അങ്ങോട്ട് ക്ഷമ ചോദിച്ചുകൊണ്ട് കർത്താവ് തിരിച്ചു വരാനുള്ള ഒരു മനസ്സ് കൊടുക്കണം അപേക്ഷിക്കുന്നു. അങ്ങ് വിശ്വസ്തനാന്ന് ഞങ്ങള് കർത്താവ്, ഞങ്ങൾ ക്ഷമ ചോദിച്ചാൽ കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കാൻ മാത്രം ഉള്ള വിശ്വസ്തത അങ്ങയ്ക്കുണ്ട് എന്നുള്ളൊരു അറിവ് അവർക്ക് കൊടുക്കുന്ന അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി കർത്താവേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥന അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇത് കേട്ടതിന് നന്ദി. ദൈവത്തിന്റെ നാമത്തിൽ മാത്രം.